അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് എന്താ വീഡിയോ ഇടുക എന്നുള്ളൊരു കൺഫ്യൂഷനിൽ എൻ്റെ അമ്മോ ഇതെന്താ ഇത് എമ്മമാര് ആമ്പിളക്കം വിട്ടതാണ്. എന്താണ് ഇങ്ങനെ വിടുന്നത്? ഗ്യാസാണ്. നേരത്തിന് ഭക്ഷണം കഴിക്കാണ്ടിരുന്ന ഗ്യാസ് വരും. അപ്പം നമുക്കിന്ന് ചോറ്, ചെറുപയർ ചാറും നഞ്ചിമീൻ വറുത്തതും ഒക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചോറും കൂട്ടാൻ. അപ്പോൾ ഞാൻ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ചെറുപയർ കറി വെക്കാനൊക്കെ അറിയാമല്ലോ. നമ്മൾ നമ്മുടെ പാലക്കാട് സ്റ്റൈലിൽ അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും, നമുക്ക് റെസിപ്പിയൊക്കെ കാണിക്കാം. അപ്പോൾ എന്നും ഈ ഒരു ഡേ മൈ ലൈഫ് ആകുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം വീഡിയോ ഒന്നും ഇടാണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി വൈകുന്നേരം കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ അതിന് ഐസ് പോകുന്നുണ്ട്. അപ്പോൾ ഐസ് വാങ്ങാൻ വേണ്ടി പോയിക്കാണ് കുട്ടികളൊക്കെ. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കണം കരുതണം. എവിടെ കുട്ടികളൊക്കെ? എവിടെ അവിടെ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഇവിടെ പാലക്കാട് മണപ്പുള്ളിങ്കാവ് എന്നല്ല അവിടെ പറയാ, മണപ്പുള്ളിങ്കാവിൽ വേലയാണ്. കുട്ടികളൊക്കെ പോകണമെന്ന് പറയുന്നുണ്ട്, കൊണ്ടുപോകുമെന്ന് അറിയില്ല. ഇപ്പോൾ അമ്മ അവിടെ ഉണ്ട്, ചോറൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇത് അവിടെ കിടക്കുന്നുണ്ട്. ഫാത്തിമക്കുട്ടി പിന്നെ പുറത്തേക്കൊന്നും വരില്ല, ചൂട് ഭയങ്കര ചൂടാൾ. വെളിയിൽ കൊണ്ട് നിർത്തിയാലും പിന്നെയും പുറത്തേക്ക് തന്നെ പോകും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഡെയിലി എന്താണ്, ഇപ്പം ഞാൻ 2 ദിവസം വീഡിയോ ഇട്ടിട്ടില്ല. പിന്നെ എപ്പോഴും ഡേ മൈ ലൈഫ് തന്നെ ഇട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ എന്താ ഇടുക എന്നുള്ള ഒരു കണ്ടൻറ്റൊന്നും ഇല്ല ഇടാൻ. പിന്നെ നമ്മുടെ എപ്പോഴും ഇവിടെ അലക്കടതും വെക്കടതും മാത്രം ഇട്ടാൽ നിങ്ങൾക്കും ബോറടിക്കും. ചില സമയത്ത് തോന്നും നിർത്തിയാലോ എന്ന് വരെ തോന്നും, യൂട്യൂബ് ചാനൽ നിർത്തിയാലോ എന്ന് വരെ തോന്നിപ്പോകാറുണ്ട്. അപ്പോൾ ഞങ്ങൾ പണിയൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ കുറച്ച് അവിടെ നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. നമ്മുടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തൊടിയും കാര്യങ്ങളും പോയി വൈകുന്നേരം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇരിക്കാനൊക്കെ നല്ല സുഖമാണ്. ഞങ്ങൾ വൈകിട്ട് പോകണം പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല സ്ഥലങ്ങളാണ് കേട്ടോ. നമുക്ക് ഫോട്ടോ എടുക്കാനും ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് അവിടെ ഉള്ളത്. കുറച്ച് അങ്ങോട്ട് പോകണം തന്നെ ഉള്ളൂ. നമ്മുടെ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഐസ് വാങ്ങാൻ പോയിട്ട് ഇനിയും കാണാനില്ല കുട്ടികളെ. പോയി നോക്കട്ടെ. നീ കഴിച്ചതാ? ഇത് എത്ര രൂപ? 15 രൂപ. അത് 10ൻ്റെ അല്ലേ? തലയിലൊക്കെ തുടക്ക് ഐസാ ഐസ് എന്താണ്? ഉമ്മാക്ക് തരില്ല. തണുത്തിട്ട് നോക്ക്. ആ 2 ഐസ് ഇതുണ്ടായി. കുറച്ച് ഉമ്മാക്ക് വേണ്ട. അവള് തൊള്ളാടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടടി. ഇത് നല്ല ഇത് സ്ട്രോബെറിയും എന്നാ എന്നും വിളിക്കായിരുന്നു. ഞാൻ വന്നിട്ടുണ്ടോ? നല്ല ടേസ്റ്റുള്ള ഐസ് അല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ടെന്ന്. നമ്മൾ ഇങ്ങനെ വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഒക്കെ ഒന്ന് മറക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഞാനിതാ നമ്മുടെ തൊട്ടത്ത് താത്തയുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പാടെയാണ് ഇങ്ങനെ പോവുക. ഈ താത്തയും ഞങ്ങളൊക്കെ പാടും. ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മ അപ്പം മരുന്ന് വാങ്ങാൻ പോയിരിക്കുകയാണ്. നമുക്ക് കാല് വേദനയൊക്കെ ഉള്ള കാരണം കുറച്ച് മരുന്നൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ആ മരുന്ന് വാങ്ങാൻ വേണ്ടി പോയിട്ടാണ് ഉമ്മ ശരിയായിട്ട്. ഞങ്ങൾ ഉമ്മ വരികയാണെങ്കിൽ അവിടുന്ന് ഉമ്മാനെ വിളിക്കും, അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് പോകാൻ വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മൾ പോണ സ്ഥലം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞങ്ങളിങ്ങനെ ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ. നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. നിങ്ങൾക്ക് പോയി കണ്ടിട്ട് വരില്ല സ്ഥലങ്ങളൊക്കെ ഒന്ന്. ഇതാണ് നമ്മുടെ ഫ്രണ്ട്. വീഴാൻ പോണതാണ്. പോകല്ലേ? അപ്പം എന്നാൽ ശരി, നടക്കും. ഫാത്തിമി നടക്കാൻ ഇറങ്ങി കേട്ടോളേ. ഇതാ നമ്മുടെ ഫാത്തിമ കുട്ടി ഇറങ്ങിയിട്ടുണ്ട് നടക്കാൻ. നിങ്ങളും പിടിക്കുന്നു. ബാച്ചുകുട്ടി വാ. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഇത്ര ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. ഇത് നമ്മുടെ വണ്ടി നിർത്തുന്ന സ്ഥലമാണ്. പക്ഷെ ഇവിടെ ആദ്യം വണ്ടി നിർത്തിയിട്ടാണ് നമ്മുടെ ബാറ്ററിയൊക്കെ അടിച്ചിട്ട് പോയത്. അപ്പോൾ ഇന്ന് നമ്മുടെ മണപ്പുള്ളിക്കാവിൽ വേലയാണ്. അപ്പോൾ വേലക്കൊന്നും റിയസ്ക്ക് കൊണ്ടുപോകില്ല. കുട്ടികൾ പോകണം പറഞ്ഞിട്ട് കരയുന്നുണ്ട്. പോകാത്ത
ആ സമയത്തല്ലേ ഇത്തിരി ഓട്ടം കിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് കൊണ്ടുപോകില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ കൊണ്ടുപോകില്ല. കൊണ്ടുപോകുകയാണെങ്കിൽ ഞങ്ങൾ ആ വീഡിയോ എടുക്കത്തുള്ളൂ. നിങ്ങൾ പോകുമോ? നിങ്ങളും പോകില്ലേ അല്ലേ? ഇവരൊന്നും അങ്ങനെയൊന്നും പോകില്ല. ഞാൻ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. കുട്ടികൾ ഇങ്ങനെ പോണത് ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ ഇതൊക്കെ കാണുന്നതൊക്കെ. പിന്നെ നമ്മുടെ ഫാത്തിമാക്ക് അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു അന്ന് അവിടെ നിന്നിട്ട് എന്തോ ഒരു ചാട്ടം കുലുങ്ങുക, അതിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഓടുക. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അല്ലെങ്കിൽ അതാ നമ്മുടെ ഉമ്മ അവിടെ നിന്ന് നടന്ന് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് ആ തല വരെ പോകണം കേട്ടോ. ഞാൻ മുഴുവനായിട്ട് വീഡിയോ എടുത്താൽ നമ്മുടെ ലെങ്തായി പോവും. അപ്പം ചുരുക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. റോക്കറ്റ് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ റോക്കറ്റ് പോണത് കണ്ടോ? വെള്ള നിറത്തിൽ പോണത് തന്നെ. താഴത്തേക്ക് ഇറങ്ങുകയാണ് കണ്ടില്ലേ? അപ്പോൾ ഇവരൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഉമ്മമ്മ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ ഉമ്മമ്മ ഇതാ അവിടെ നിൽക്കുന്നുണ്ട്. ആദ്യം വാ, എന്താ അവിടെ നിൽക്കണം? വാ. ഇനി വഴിയിൽ കണ്ടപ്പോൾ അവിടെ അങ്ങനെ എല്ലാവരും വർത്താനം പറഞ്ഞു നിന്നു. അപ്പോൾ നമ്മൾ ഇനി ഇങ്ങനെ അങ്ങോട്ട് തിരിയും. ഇനി അവിടെയും കുറച്ച് ഇതൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഈ വീട് കണ്ടില്ലേ, ഇപ്പോൾ ക്ലീൻ ചെയ്ത് വാടകയ്ക്ക് കൊടുക്കാനുള്ള വീടാണ് കേട്ടോ. അത് ആൾ വന്നു തോന്നിയുടെ ഋഷി 10,000 ഉറുപ്പ്യ വാടക പറയുന്നത്. 2 വീടുണ്ട് കേട്ടോ അങ്ങനത്തെ. അവിടെ മെയിൻ റോഡൊക്കെ അല്ലേ, സൗകര്യമൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഷെൽത്താത്ത വരും. വെരി ഷെൽത്താത്ത അവിടെ നടന്ന് വരുന്നുണ്ട്. അതിനെ വരുന്നുണ്ട്. അവള് ഓടും. പിന്നെ നമുക്കിപ്പോൾ പല എന്താണ് പറയുക, ദുഃഖങ്ങൾ നിറയെ ദുഃഖങ്ങളുണ്ട്. നിങ്ങളോട് പറയാൻ പറ്റിയതുമുണ്ട്, പറയാൻ പറ്റാത്ത ദുഃഖങ്ങളുമുണ്ട്. നമുക്കെല്ലാം ഒന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറയാൻ പറ്റുന്നതൊക്കെ ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അല്ലാത്ത ദുഃഖങ്ങൾ നമ്മൾ മനസ്സിലിട്ട് അലട്ട് തന്നെ. ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങളും വിഷമങ്ങളും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ വരുന്നത് കേട്ടോ. മനസ്സിൽ കുറേ സങ്കടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയും കൂടിയാണ് ഞങ്ങളിങ്ങനെ വരുന്നത്. ഇപ്പോൾ വീട്ടിലേ ഇരിക്കുമ്പോൾ അതേ ആലോചിച്ച് ഒരേ ടെൻഷനാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറട്ടെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ. ഇതാണിപ്പോൾ നമ്മൾ പോണ വഴി. അങ്ങനെ ഈ വഴി കൂടെ ഇനി പോകട്ടെ. ഇനി പോയ ശേഷം നമ്മൾ അവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞങ്ങൾക്കൊരു പുളി കിട്ടി. എന്താ പുളിപ്പ്? നമുക്ക് വായിൽ വെള്ളം വരുന്നില്ലേ? പക്ഷെ മധുരമുണ്ട്, പുളിയുണ്ട്, മധുരമില്ല. ടേസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുണ്ടോ? പുളിപ്പുണ്ടാ? ഇവിടുന്ന് ഇത്ര ദൂരം വന്നിട്ടാണ്. അങ്ങനെ അവിടുന്ന് ഇത്ര ദൂരം വന്നിട്ടുണ്ട്. ഫാൻസി കട ഞാൻ കണ്ടു. ഇതവിടെ അല്ലേ, ഇതൊക്കെ സ്ഥലങ്ങൾ അടിപൊളി സ്ഥലങ്ങളാ. ഇനി ഇതിന്റെ വളവിലേക്ക് പോകണം. അടിപൊളി സ്ഥലമാണ്. നല്ല എന്താ പറയുക, ഷൂട്ടിംഗ് ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഈ വീടൊക്കെ എടുക്കില്ല. സ്ഥലം കേട്ടോ, അടിപൊളി സ്ഥലം. പൈപ്പ് ഇത് വെള്ളം പോണില്ലേ. പിന്നെ ഇതാ വീട്ടിൽ ആ അറ്റം വരെ തന്നെ ഉള്ളു റോഡ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ അവിടുത്തെ ഫ്രണ്ടിലത്തെ മതിലാണ്. ഞാനും കൂടി പോയില്ല സ്ഥലങ്ങൾ. ഇവിടെ നോക്കത്തില് വെറും മൊത്തം കായ് അല്ലേ, ചീരാരങ്ങയാണ് അല്ല, മറ്റേ ചെറിയ ചെറിയ പൊടിക്കായ്കൾ. ഇതാണ് ഇപ്പം നമ്മുടെ സ്ഥലം. വെള്ളം റോഡല്ല, നല്ല വെള്ളമൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഒരു നായ ഉണ്ട് കേട്ടോ വീട്ടിൽ. അത് നല്ല ഭയങ്കര കുരയാണ്. അത് പേടിച്ചിട്ടാണ് ഞങ്ങൾ പോകാൻ മടിക്കണം. ഒരു നായ, ആ നായ കണ്ടില്ലേ കുരക്കണത് അവിടുന്ന്, നായ കുരക്കണത്. പിന്നെ ഇവിടെ ഇത്ര തന്നെ വീടുകളുള്ളൂ. ആ ഉണ്ടാവും. അയ്യോ അങ്ങോട്ട് പോകണ്ടല്ലോ, നോക്ക് എന്താ കാട്. നമ്മളാണെങ്കിൽ പോകായിരുന്നു, കുട്ടികളും പിന്നാലെ വരില്ല, അവർക്ക് നടക്കാൻ സാധിക്കില്ലല്ലോ.
ഇവിടം വരെ തന്നെ ഉള്ളൂ നമ്മുടെ വീട് കാഴ്ചകൾ കാണാൻ. കണ്ടില്ല എന്താ അടിപൊളിയായിട്ടുള്ള സ്ഥലം, നല്ല കാറ്റ് ഒരിക്കാനൊക്കെ നല്ല സുഖമാണ്. ഇവിടെ വന്ന് ഷൂട്ടിങ്ങൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് അല്ലേ. ഞാൻ കാണിച്ചു തരാം, നമ്മുടെ വീട്ടിലേക്ക് ഏരിയനെ കയറാന്നുള്ളത് കാണിച്ചു തരാം. ഇതന്നെ ഉള്ളു വീടൊക്കെ ആയിട്ട്. ലാസ്റ്റ് ഇവിടെ ഒന്നും നായില്ല, ഞങ്ങൾ പോയതാണ്. അപ്പുറത്ത് കൂടെ പോയാൽ നമ്മുടെ വീട്, അപ്പുറത്ത് കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്. വേണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ കയറി നമ്മളവിടെ. പക്ഷെ അവിടെ കിണർ നോക്ക്, വെള്ളമൊക്കെ ഉണ്ടല്ലേ, ഫുള്ളായിട്ട് വെള്ളമുണ്ട്. എവിടെ നായി? ആ നായിക്കൊണ്ട് കിട്ടാം. അപ്പോൾ ശരി, ഇനി നമ്മൾ വന്ന വഴി പോകണം. അപ്പോൾ വന്ന വഴി വീഡിയോ എടുക്കണില്ല. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കാണ്. പട്ട കൊച്ചി പട്ടയൊന്നും ആരും എടുക്കില്ല. ഓ എടുത്തല്ലോ, ഇഷ്ടം പോലെ അടിപൊളി സ്ഥലം അല്ലേ. ഒക്കെ വീട് കെട്ടി പട്ടുണ്ട് ചോദിച്ചു. അപ്പോൾ നമ്മുടെ വീട് ഇനി വന്ന വഴി തന്നെ പോകണം. അപ്പം ഞാൻ ഒരുപാട് ലെങ്ത്ത് കൂടി പോകും വീഡിയോ എടുത്താൽ. അപ്പോൾ നമ്മുടെ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇനി നല്ലൊരു വീഡിയോയിൽ കാണാം. അതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് നീ പറ നമ്മുടെ എനിക്ക് പറയടി, നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതെ ചെറുക്കിട്ട് നോക്കാം വേണ്ട. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ കാണാൻ. ബൈ, അസ്സലാമു അലൈക്കും. ഉമ്മാനെ മാത്രം കിട്ടിയില്ല കേട്ടോ. ഉമ്മ അവിടെ മരുന്ന് വാങ്ങാൻ പോയാൽ ഉമ്മയുടെ പെട്ടതാണ്. ഉമ്മാനെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ശരി, ഞങ്ങൾ പോട്ടെ. ടാർത്താമത്തിനും